ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരിയുടെ വീടാണ്. എല്ലാവരും ആഹാരം കഴിക്കാനായി ഇരിക്കുകയാണ്. കല്യാണി ഇടയ്ക്കിടയ്ക്ക് വീണയെ നോക്കുന്നത് കണ്ടുകൊണ്ട് നിത്യ കല്യാണിക്ക് ആഹാരം വാരി കൊടുക്കുന്നു. ഇത് കാണുന്ന ആദി നേരെ ഹരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്കും ഹരിയച്ചൻ വാരിത്തന്നാ മതിയെന്ന് ആദി പറയുമ്പോൾ ഹരി ആദിക്ക് വാരി കൊടുക്കുകയാണ്. സദ്യയെല്ലാം ഉഗ്രനായിട്ടുണ്ടെന്ന് ശരവണൻ പറയുമ്പോൾ സദ്യ കഴിഞ്ഞ് ഇനി എന്താ പരിപാടി അമ്മാവ എന്ന് ജ്യോതി ചോദിക്കുന്നു. ഉച്ച കഴിഞ്ഞും നമുക്ക് മത്സരങ്ങൾ തുടരാം അല്ലേ ഹരി? എങ്കിലല്ലേ ഓരോരുത്തരുടെ കുറവും കൂടുതലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. എനിക്ക് എന്താണെങ്കിലും ഒന്നേ പറയാനുള്ളൂ, ഈ വിഷു എല്ലാവരുടെ മനസ്സിൽ മായത്തൊരോർമ്മയായി കിടന്നിരിക്കും. ഇത് കേൾക്കുന്ന എല്ലാവരും ജീവനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തതിന്റെ ദേഷ്യത്തില് മുറിയിലേക്ക് പോകുന്ന വീണയെയാണ്. വീണ തന്റെ മേക്കപ്പ് ബോക്സ് തിരയുമ്പോൾ അവിടെ എങ്ങും അതുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന വീണയ്ക്ക് കല്യാണി ഒരിക്കൽ തന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തത് ഓർമ്മ വരികയാണ്. പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടെ വീണ താഴേക്ക് ചെല്ലുന്നു. കല്യാണിയെ ദേഷ്യത്തോടെ തന്റെ അടുത്തേക്ക് വിളിച്ചതിന് ശേഷം വീണ എന്റെ മേക്കപ്പ് ബോക്സ് എവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ എടുത്തില്ലെന്ന് കല്യാണി പറയുന്നുണ്ടെങ്കിലും മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു, ഇല്ലെങ്കിൽ നീ തല്ലു മേടിക്കുമെന്ന് വീണ ദേഷ്യത്തോടെ പറയുന്നു. ഞാൻ എടുത്തിട്ടില്ല അമ്മയെന്ന് കല്യാണി പറയുമ്പോ അമ്മയോ, നിന്നോട് ആരാ എന്നെ അങ്ങനെ വിളിക്കാൻ പറഞ്ഞതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് വീണ. തുടർന്ന് കല്യാണിയെ തലങ്ങും വിലങ്ങും തല്ലുകയാണ് വീണ. ഞാൻ എൻ്റെ അച്ഛനോട് പറയുമെന്ന് കല്യാണി പറയുമ്പോൾ വീണ വീണ്ടും കൂടുതലായി തന്നെ കല്യാണിയെ തല്ലുന്നു. കല്യാണിയെ തല്ലരുതെന്ന് പറഞ്ഞ് ആദി വീണയെ തടയുമ്പോൾ ആദിയുടെ ചെവിക്ക് പിടിക്കുകയാണ് വീണ. എന്റെ നിത്യാമ്മ വന്നാലുണ്ടല്ലോ എന്ന് ആദി ദേഷ്യത്തോടെ പറയുമ്പോൾ നിന്റെ നിത്യാമ്മ വന്നാൽ അതിന് എനിക്കെന്താ, ഞാൻ വേണമെങ്കിൽ നിന്നെയൊക്കെ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് ദേഷ്യത്തോടെ വീണ പറയുന്നു. തുടർന്ന് നിത്യ ദേഷ്യത്തോടെ വീണയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശബ്ദം കേട്ടുകൊണ്ട് ഹരിയും രാമകൃഷ്ണനും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ വീണയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് നിത്യ. മേലിൽ എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടാലുണ്ടല്ലോ നീ വിവരമറിയുമെന്ന് ദേഷ്യത്തോടെ വീണ പറയുമ്പോൾ കല്യാണിയെയും ആദ്യം ചേർത്ത് പിടിക്കുകയാണ് ഹരി. ഈ കാഴ്ച കാണുന്ന രാമകൃഷ്ണൻ അവിടെ നിന്ന് സന്തോഷത്തോടെ കൈ കൊട്ടുകയാണ്. തുടർന്ന് വീണ അവിടുന്ന് ദേഷ്യത്തോടെ പോകുമ്പോൾ കല്യാണിയും പുറത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന നിത്യ കല്യാണിയുടെ പിന്നാലെ ചെല്ലുമ്പോൾ കല്യാണി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതാണ് കാണുന്നത്. സത്യമായിട്ടും ഞാൻ അത് എടുത്തിട്ടില്ല ടീച്ചറമ്മേ, എന്നിട്ടും എന്തിനാ എന്നെ തല്ലിയത് എന്ന് ചോദിച്ചുകൊണ്ട് കല്യാണി കരയുമ്പോൾ കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ് നിത്യ. അതേസമയം ആ കാഴ്ച കണ്ടുകൊണ്ട് ജീവൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. നിത്യയിലെ നന്മ ഞാൻ തിരിച്ചറിയാൻ ഒരുപാട് വൈകി. പണ്ട് അമ്മ എന്നോട് പറയുമായിരുന്നു, ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നീ ഒരു നാൾ അനുഭവിക്കുമെന്ന്. അത് തന്നെയാ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിത്യയോട് ചെയ്ത തെറ്റെല്ലാം ഓർത്ത് ഞാനിപ്പോൾ നന്നായി തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. നിത്യ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജീവൻ അവിടുന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് ജീവനെ നോക്കുകയാണ് നിത്യ. നിത്യയെ കൊടുക്കാനുള്ള അടുത്ത പദ്ധതിയാണ് ഇതെന്ന് മനസ്സിലാക്കാതെ തന്നെ ജീവനിലേക്ക് ചായുകയാണ് നിത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.